Good morning. Module 4 ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അതിലെ ലിമിറ്റ് തിയറംസ് എന്നുള്ള സെക്ഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇന്ന് അതിന്റെ ആപ്ലിക്കേഷൻ പ്രോബ്ലംസിലേക്ക് കടക്കുകയാണ്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എക്സ് സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ എന്നുള്ള പ്രോബ്ലമാണ് ആദ്യം. ഇത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എക്സ് സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ എന്നുള്ളത് എപ്സിലോൺ ഡെൽറ്റ ക്രൈറ്റീരിയ യൂസ് ചെയ്ത് നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു. എങ്ങനെയാണ് എക്സ് സ്ക്വയർ മൈനസ് സി സ്ക്വയർ ലെസ് ദാൻ എപ്സിലോൺ ആവണം. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് സി സ്ക്വയറിനെ നമ്മൾ എക്സ് പ്ലസ് സി ഇൻറ്റു എക്സ് മൈനസ് സി എന്ന് എഴുതി. എക്സ് പ്ലസ് സിയുടെ വാല്യൂ ലെസ് ദാൻ സം ഡെൽറ്റ ആകുമ്പോഴാണ് ഈ കണ്ടീഷൻ ട്രൂ ആവേണ്ടത്. അതിന് എക്സ് പ്ലസ് സിയുടെ ബൗണ്ട് യൂസ് ചെയ്തിട്ട് ഡെൽറ്റ ഇൻ ടേംസ് ഓഫ് എപ്സിലോൺ കണ്ടുപിടിച്ചിട്ട് മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് സി സ്ക്വയർ ലെസ് ദാൻ എപ്സിലോൺ ആണ് എന്ന് കാണിച്ച് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ എന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ അവിടെ തന്നെ പറഞ്ഞിരുന്നു, നമ്മൾ അടുത്ത ഒരു മോഡ്യൂൾ വരുമ്പോൾ ചില തിയറംസ് പഠിക്കും. അത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പം ഇത് ചെയ്യാൻ പറ്റും. പോളിനോമിയൽസിന്റെ ഒക്കെ ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ആ തിയറം അപ്ലൈ ചെയ്താൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ആൻസർ കിട്ടുമെന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു പോയിരുന്നു. ആ രീതിയിൽ നമ്മൾ ഈ പ്രോബ്ലം ഇവിടെ പ്രൂവ് ചെയ്യാൻ പോവാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എക്സ് സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ എന്നാണ്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എക്സ് സ്ക്വയർ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ പക്ഷെ എക്സ് സ്ക്വയറിനെ എനിക്ക് എങ്ങനെ എഴുതാം? എക്സ് ഇൻറ്റു എക്സ് എന്ന് എഴുതാം അല്ലെ. സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എക്സ് ഇൻറ്റു എക്സ് എന്ന് എഴുതാം. എന്റെ എഫ് ഓഫ് എക്സ് എക്സ് ആണ്, ജി ഓഫ് എക്സും എക്സ് തന്നെയാണ്. ലിമിറ്റ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് ജി ഓഫ് എക്സ് ആണെന്ന് നമുക്ക് അറിയാം അല്ലെ. അപ്പൊ അത് അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എക്സ് എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു സി ഇൻറ്റു സി ഈക്വൽ ടു സി സ്ക്വയർ. ഇപ്പൊ എപ്സിലോൺ ഡെൽറ്റ ക്രൈറ്റീരിയയിലേക്കൊന്നും പോകാതെ നേരിട്ട് നമുക്ക് ഇവിടെ അത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു പക്ഷേ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി 1/x 1/c ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു. അത് നമ്മൾ എങ്ങനെയാ ചെയ്തിരുന്നത്? മോഡുലസ് ഓഫ് 1/x മൈനസ് 1/c എടുത്ത് അപ്പൊ അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് ഡിനോമിനേറ്ററിൽ എക്സ് സിക്ക് ഒരു ബൗണ്ട് ഒക്കെ കണ്ടുപിടിച്ചിട്ട് എപ്സിലോണിൽ നിന്ന് ഡെൽറ്റ എങ്ങനെ ചൂസ് ചെയ്യാം എന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടാണ് നമ്മൾ 1/x മൈനസ് 1/c ലെസ് ദാൻ എപ്സിലോൺ എന്ന് കാണിച്ചിട്ട് ലിമിറ്റ് 1/x 1/c ആണെന്ന് പ്രൂവ് ചെയ്തത്. അതേസമയം ഇപ്പൊ നമ്മുടെ തിയറം ഉണ്ട് അല്ലെ. ഈ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി 1/x എന്ന് പറഞ്ഞാൽ അത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി 1 ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എക്സ് ആണ്. കാരണം എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇവിടെ നമുക്ക് സി ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള കണ്ടീഷൻ തന്നിട്ടുണ്ട് അല്ലെ. സി നോൺ 0 ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ലിമിറ്റ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിനോമിനേറ്റർ 0 ആയിരുന്നെങ്കിൽ നമുക്ക് ലിമിറ്റ് തിയറം അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇവിടെ 0 അല്ല എന്ന് ഡെഫിനറ്റ് ആയിട്ട് തന്നിട്ടുള്ളത് നമുക്ക് ലിമിറ്റ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. സോ 1 ബൈ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എക്സ് എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ സി എക്സ്. എക്സ്റ്റെൻഡിങ് ടു സി എക്സ് എന്ന് പറഞ്ഞാൽ അത് സി ആണ് അല്ലെ. അപ്പൊ 1 ബൈ സി എന്ന് കിട്ടും. അതുപോലെ തന്നെ പോളിനോമിയൽസിന്റെ പ്രോഡക്റ്റ് വരുന്ന കേസിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2x സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എക്സ് ക്യൂബ് മൈനസ് 4 ഇതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ ഒരു മെത്തേഡ് എപ്സിലോൺ ഡെൽറ്റ മെത്തേഡ് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആവും. കാരണം ഇതൊരു എൽ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടതെങ്കിൽ, ഇപ്പൊ ഇവിടെ 20 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എക്സ് ക്യൂബ് മൈനസ് 4 മൈനസ് 20 ലെസ് ദാൻ എപ്സിലോൺ ആകുന്ന രീതിയിൽ നമുക്ക് ഡെൽറ്റ കണ്ടുപിടിക്കേണ്ടി വരും. എക്സ് മൈനസ് 2 എന്നുള്ളതാണ് നമുക്ക് അവിടെ കോമൺ ഫാക്ടർ പുറത്തെടുക്കാൻ പറ്റുക. അപ്പൊ അവിടെ സിംപ്ലിഫിക്കേഷൻ വളരെ കൂടുതലാണ്, പ്രൂവ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായത്. പക്ഷേ ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ലിമിറ്റ് തിയറം ഉണ്ട്. ഇപ്പൊ ലിമിറ്റ് തിയറം ഉള്ളത് കൊണ്ട് ഈ പ്രോഡക്റ്റിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഈ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്നുള്ള ഫംഗ്ഷന്റെ ലിമിറ്റ് ഇൻറ്റു എക്സ് ക്യൂബ് മൈനസ് 4 എന്നുള്ള ഫംഗ്ഷന്റെ ലിമിറ്റ് ആണ്. ഇതിനെ ഞാൻ പ്രോഡക്റ്റ് ആക്കി സ്പ്ലിറ്റ് ചെയ്തു. പ്രോഡക്റ്റ് ആക്കി സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ അത് ലിമിറ്റ് എക്സ് സ്ക്വയർ പ്ലസ് ലിമിറ്റ് 1 ആണ്. ലിമിറ്റ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സി സ്ക്വയർ ആണെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലെ. ചുരുക്കി പറഞ്ഞാൽ എക്സിന്റെ സ്ഥാനത്ത് എനിക്ക് നേരിട്ട് സി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഞാൻ എക്സിന് 2 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ 2 സ്ക്വയർ 4 പ്ലസ് 1 ഇൻറ്റു ഇവിടെ 2 ക്യൂബ് 8 മൈനസ് 4 എന്ന് വരും, which is equal to 5 into 4 which is 20. അങ്ങനെയാണ് നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആണല്ലോ അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതിനോട് വളരെ സിമിലർ ആണ്. ഇവിടെ പ്രോഡക്റ്റ് ആയിരുന്നെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മൾ കോഷ്യന്റ് ആണ് കണ്ടുപിടിക്കുന്നത്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 എക്സ് ക്യൂബ് മൈനസ് 4 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 എക്സ്റ്റെൻഡിങ് ടു 2 എക്സ് ക്യൂബ് മൈനസ് 4 ബൈ
എക്സ് സ്ക്വയർ പ്ലസ് 1. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഡിനോമിനേറ്റർ നോൺ സീറോ ആണെങ്കിൽ നമുക്ക് ലിമിറ്റ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം നോക്കേണ്ടത് ഡിനോമിനേറ്ററിന്റെ വാല്യൂ എക്സ് ഈക്വൽ ടു 2 എന്താണ് എന്നുള്ളതാണ്. ഡിനോമിനേറ്ററിന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 5 ആണ് കിട്ടുന്നത് അല്ലെ. അപ്പൊ ഡിനോമിനേറ്റർ നോൺ സീറോ ആണ്, അതുകൊണ്ട് എനിക്ക് ലിമിറ്റ് തിയറം അപ്ലൈ ചെയ്യാൻ പാടും. സോ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ക്യൂബ് മൈനസ് 4 ബൈ ലിമിറ്റ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു ലിമിറ്റ് ഏത് ലിമിറ്റ് ആണ്? എക്സ്റ്റെൻഡിങ് ടു 2. ഓക്കെ, എക്സിന് 2 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ 2 ക്യൂബ് ഇസ് 8 മൈനസ് 4 ബൈ 2 സ്ക്വയർ ഇസ് 4 പ്ലസ് 1 ഈക്വൽ ടു 4 ബൈ 5. ഓക്കെ, അപ്പൊ നമുക്ക് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി തന്നെ അവിടെയും ആൻസർ കിട്ടിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് വീണ്ടും ഫ്രാക്ഷൻ ആണ്. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 2 എക്സ് സ്ക്വയർ മൈനസ് 4 ബൈ 3x മൈനസ് 6. കോഷ്യന്റ് ഫോം ആണ് അല്ലെ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡിനോമിനേറ്റർ 0 ആവുമോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഇവിടെ ഡിനോമിനേറ്ററിൽ എന്താ വരിക? എക്സ് ഈക്വൽ ടു 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 3 into 2 6, 6 minus 6 0 എന്ന് വരും അല്ലെ. അപ്പൊ നേരിട്ട് നമുക്ക് ഇവിടെ ലിമിറ്റ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ചില കേസിൽ ഡിനോമിനേറ്റർ 0 വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ചില കേസിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാകാം. ചില കേസിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. അത് എങ്ങനെയുള്ളപ്പോ എന്ന് നോക്കാം. ന്യൂമറേറ്റർ നോൺ സീറോ ആയിട്ട് ഡിനോമിനേറ്റർ 0 ആണ് എങ്കിൽ ഉറപ്പാണ് അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. അതേസമയം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും രണ്ടും 0 ആണെങ്കിൽ ലിമിറ്റിംഗ് വാല്യൂ എക്സിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഡിനോമിനേറ്റർ 0 ആണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ന്യൂമറേറ്റർ എന്താന്ന് നോക്കാം. ന്യൂമറേറ്ററിൽ എന്താ പറയണേ? എക്സിന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 4 minus 4 വരും, വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പൊ ഇതൊരു 0/0 ഫോം ആണ് അല്ലെ. 0/0 ഫോം ആകുമ്പോൾ അതിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് ഡിനോമിനേറ്ററിലെ 0 കളയുക, അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ലിമിറ്റ് എക്സ് സ്ക്വയർ മൈനസ് 4 എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോം ആണ് അല്ലെ. അപ്പൊ അതിനെ എനിക്ക് എക്സ് പ്ലസ് 2 into എക്സ് മൈനസ് 2 എന്ന് എഴുതാം ബൈ 3x minus 6 3 കോമൺ ഫാക്ടർ എടുത്തൂടെ? 3 into എക്സ് മൈനസ് 2 എന്ന് എഴുതാം. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 2. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഞാൻ ഫാക്ടറൈസ് ചെയ്തു. ഇവിടെ ഏത് ക്യാൻസൽ ചെയ്ത് പോകും? എക്സ് മൈനസ് 2 എന്നുള്ള ടേം ക്യാൻസൽ ചെയ്ത് പോകും അല്ലെ. സോ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 2 എക്സ് പ്ലസ് 2 ബൈ 3. ഇപ്പൊ ഡിനോമിനേറ്റർ 0 എന്നുള്ള പ്രശ്നം അവസാനിച്ചില്ലേ. ഇനി എനിക്ക് അവിടെ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എക്സിന് 2 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ 2 plus 2 is 4 by 3. ഓക്കെ, 0/0 ഫോം ആണെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കോമൺ ഫാക്ടേഴ്സ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞ് 0/0 ഫോം മാറ്റിയിട്ട് നമുക്ക് വീണ്ടും ലിമിറ്റ് തിയറം തന്നെ അപ്ലൈ ചെയ്ത് റിസൾട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഡി എന്നുള്ള ക്വസ്റ്റൻ ആണ് നമ്മളിപ്പോ ചെയ്തത്. ഇനി അടുത്ത ക്വസ്റ്റൻ നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 1/x ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റൻസിൽ ഇവിടെ എന്താ ഡിഫറൻസ്? നേരത്തെയൊക്കെ ലിമിറ്റ് എത്രയെങ്കിലും ആണ്, ഇന്ന ഒരു നമ്പർ ആണ് എന്ന് പ്രൂവ് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്. ഇപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 1/x എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു c 1/xന്റെ വാല്യൂ 1/c ആണ് എന്ന് നമ്മൾ പഴയ മോഡ്യൂളിൽ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഈ മോഡ്യൂളിൽ നമ്മൾ ലിമിറ്റ് തിയറം യൂസ് ചെയ്തത് വീണ്ടും പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ. അപ്പോൾ ഡിനോമിനേറ്ററിൽ എക്സ്റ്റെൻഡിങ് ടു 0 എന്ന ആയിടത്താണ് ഇവിടെ പ്രശ്നം. എക്സ്റ്റെൻഡിങ് ടു ഒരു നോൺ സീറോ വാല്യൂ c ആയിരുന്നെങ്കിൽ എനിക്ക് 1/c എന്ന് കിട്ടിയേനെ. എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ 1/0 എന്നുള്ള ഫോം ആണ് വരുന്നത്. ഡിനോമിനേറ്റർ 0 ആണ്, ന്യൂമറേറ്റർ നോൺ സീറോ ആണ്. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു അങ്ങനെ വരികയാണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പാണ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചിലപ്പോൾ എങ്ങനെ ചോദിക്കാം? ഡസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 1/x എക്സിസ്റ്റ്? ജസ്റ്റിഫൈ എന്നുള്ള രീതിയിലും ചോദിക്കാം. ഇപ്പൊ പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. എപ്പോഴും പ്രൂവ് ദാറ്റ് ആയിരിക്കണമെന്നില്ല. അപ്പൊ നമുക്ക് ഈ ടെക്നിക്ക് യൂസ് ചെയ്തത് ഫിക്സ് ചെയ്യാൻ പറ്റണം, ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് കാണിക്കേണ്ടത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 1/x എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ്. അതിനാണ് നമ്മൾ ഇന്നലെ ഒരു തിയറം, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഒരു തിയറം പറഞ്ഞു അല്ലെ. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ സി എന്നുള്ള പോയിന്റിന്റെ നെയ്ബർഹുഡിൽ ഫംഗ്ഷൻ ബൗണ്ടഡ് അല്ല എങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. തിയറം എന്തായിരുന്നു? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൗണ്ടഡ് ആണ്.
ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൗണ്ടഡ് ആണ്. അതിന്റെ കോൺട്രാപോസിറ്റീവ് ആണ് എന്ത്? ബൗണ്ടഡ് അല്ല എങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. ഇപ്പൊ ലിമിറ്റ് ഇല്ല എന്ന് കാണിക്കാനായിട്ട് എനിക്ക് സീറോയിന്റെ നെയ്ബർഹുഡിൽ ഈ ഫംഗ്ഷൻ ബൗണ്ടഡ് അല്ല എന്ന് കാണിച്ചാൽ മതി. ഇപ്പൊ സീറോയുടെ നെയ്ബർഹുഡ്, സീറോയുടെ ഒരു ഡെൽറ്റ നെയ്ബർഹുഡ് എന്ന് പറഞ്ഞാൽ മൈനസ് ഡെൽറ്റ ഡെൽറ്റ എന്നുള്ള നെയ്ബർഹുഡ്. ഈ നെയ്ബർഹുഡിൽ 1/x എന്നുള്ള ഫംഗ്ഷന്റെ ബിഹേവിയർ ആണ് എനിക്ക് അറിയേണ്ടത്. 1/x ബൗണ്ടഡ് ആണ് എങ്കിൽ എനിക്ക് ഈ പർട്ടിക്കുലർ രീതിയിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ആണെന്ന് അസ്യൂം ചെയ്യാം. 1/x ബൗണ്ടഡ് ആണ് എങ്കിൽ എങ്ങനെയാണ്? ഒരു ക്യാപിറ്റൽ എമ്മിനേക്കാൾ ചെറുതായിരിക്കും അല്ലെ? മോഡ് എഫ് ഓഫ് എക്സ്, അതായത് മോഡ് 1/x വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഫോർ എവറി എക്സ് എലമെന്റ് ഓഫ് ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് 0. ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഇല്ല എന്നാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് എത്ര വലിയ ക്യാപിറ്റൽ എം തന്നാലും ആ ക്യാപിറ്റൽ എമ്മിന്റെ റിവേഴ്സ് 1/m എടുക്കുക. ഈ 1/mന്റെ തൊട്ട് താഴെയുള്ള ഒരു എക്സ് എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. ഐ ക്യാൻ ഓൾവേസ് ചൂസ് ആൻ എക്സ് വിച്ച് ഇസ് ലെസ് ദാൻ 1/m. എം നോൺ സീറോ ആണെങ്കിൽ 1/m നോൺ സീറോ ആണ്. അപ്പൊ 1/m സീറോയിന്റെ അടുത്തല്ല എന്ന് പറഞ്ഞാൽ സീറോയിനും 1/mനും ഇടയിൽ എപ്പോഴും ഒരു റിയൽ നമ്പറും കൂടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? എത്ര ചെറിയ ഇന്റർവെൽ എടുത്താലും അതിനുള്ള ഇൻഫിനിറ്റ്ലി മെനി റിയൽ നമ്പേഴ്സ് ഉണ്ട്. അപ്പോ 1/mനേക്കാൾ ചെറുതും എന്നാൽ സീറോയിനേക്കാൾ വലുതും ആയ ഒരു എക്സ് എനിക്ക് എപ്പോഴും ചൂസ് ചെയ്യാൻ പറ്റും. ഇനി എം നെഗറ്റീവ് ആയിരുന്നെങ്കിൽ തിരിച്ച് -1/mനേക്കാൾ വലിയ ഒരു -x എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ഈ x ലെസ് ദാൻ 1/m എടുത്താൽ ഇതിൽ നിന്ന് എനിക്ക് എന്താ കിട്ടുക? 1/x is greater than m. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇനീക്വാലിറ്റി റിവേഴ്സ് ചെയ്യും അല്ലെ? 1/x is greater than m. അപ്പോ എന്താ പ്രശ്നം? ഈ നെയ്ബർഹുഡിനുള്ളില് എഫ് ഓഫ് എക്സ് ബൗണ്ടഡ് അല്ല. ഈ ക്യാപിറ്റൽ എം എഫ് ഓഫ് എക്സിന്റെ ബൗണ്ട് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ നോക്കിയത്. പക്ഷെ ഏത് ക്യാപിറ്റൽ എം എടുത്താലും ശരി, ആ ക്യാപിറ്റൽ എമ്മിനേക്കാൾ വലുതാണ് 1/xന്റെ വാല്യൂ എന്നുള്ള രീതിയിൽ എനിക്കൊരു എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അടുത്ത പ്രശ്നം, ഈ എക്സ് ഈ ഡെൽറ്റ നെയ്ബർഹുഡിൽ ഉണ്ടോ? ഒരു നെയ്ബർഹുഡില് ബൗണ്ടഡ് ആണ് എന്നാണ് നമുക്ക് വേണ്ടിയിരുന്നത് അല്ലെ? നെയ്ബർഹുഡിൽ ബൗണ്ടഡ് ആണെന്ന് കിട്ടിയാൽ മതിയാവും. അപ്പൊ അങ്ങനെയാണോ? അതിനെന്ത് ചെയ്താൽ മതി? എക്സ് ലെസ് ദാൻ 1/m എന്നുള്ളതിന് പകരം ഞാൻ എക്സ് ലെസ് ദാൻ മിനിമം ഓഫ് 1/m ആൻഡ് ഡെൽറ്റ എടുക്കുന്നു. അപ്പൊ എക്സ് 1/mനേക്കാളും ചെറുതായിരിക്കും, ഡെൽറ്റയെക്കാളും ചെറുതായിരിക്കും. എക്സ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ കേട്ടോ. എക്സ് ഡെൽറ്റയെക്കാളും ചെറുതായതുകൊണ്ടും സീറോനേക്കാൾ വലുതായതുകൊണ്ടും അത് ഈ ഡെൽറ്റ നെയ്ബർഹുഡിലാണ്. എക്സ് 1/mനേക്കാൾ ചെറുതായതുകൊണ്ട് 1/x എമ്മിനേക്കാൾ വലുതാണ്. അപ്പോ ഫംഗ്ഷൻ സീറോയിന്റെ ഡെൽറ്റ നെയ്ബർഹുഡിൽ ബൗണ്ടഡ് അല്ല. എത്ര വലിയ എം തന്നാലും അതിനേക്കാൾ മുകളിൽ ഫംഗ്ഷന്റെ വാല്യൂ പോകുന്നുണ്ട്. അപ്പൊ സീറോയിന്റെ ഡെൽറ്റ നെയ്ബർഹുഡിൽ ഫംഗ്ഷൻ ബൗണ്ടഡ് അല്ല എന്നുള്ളത് കൊണ്ട് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/x ആണ്. ഓക്കെ, സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 1/x ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നുള്ള പ്രോബ്ലം ആണ് നമ്മളിപ്പോ ചെയ്തത്. ഇനി പോളിനോമിയൽസിന്റെ കേസ്, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എപ്പോഴും ഈക്വൽ ടു പി ഓഫ് സി ആയിരിക്കും. അതായത് എക്സിന് സി എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ പോളിനോമിയൽസിന്റെ പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു അല്ലെ? ഇപ്പൊ x³ - 1 ഇൻറ്റു x² + 4 എന്ന് പറഞ്ഞാൽ രണ്ട് പോളിനോമിയൽസിന്റെ പ്രോഡക്റ്റ് ആണ്. ആ പ്രോഡക്റ്റ് എക്സ്പാൻഡ് ചെയ്താൽ അതും ഒരു പോളിനോമിയൽ ആണ്. ആ കേസിൽ എക്സിന് നമുക്ക് സി എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി എന്ന് നമ്മളിപ്പോ പ്രാക്ടിക്കലി പ്രോബ്ലംസിൽ കണ്ടു. അത് ജനറൽ കേസിലും അത് ട്രൂ ആണ് എന്നാണ് നമ്മൾ ഈ പ്രോബ്ലത്തിലൂടെ പറയുന്നത്. ഏത് പോളിനോമിയൽ പി ഓഫ് എക്സ് തന്നാലും ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പി ഓഫ് സി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് ഒരു ആർബിട്രറി പോളിനോമിയൽ ഞാൻ എടുക്കുന്നു. പി ഓഫ് എക്സ് ഈക്വൽ ടു an x raised to n പ്ലസ് an - 1 x raised to n - 1 പ്ലസ് എക്സെട്ര പ്ലസ് a0 എന്നുള്ള ഒരു ആർബിട്രറി പോളിനോമിയൽ എടുക്കുന്നു. ഈ പോളിനോമിയലിൽ എനിക്ക് ലിമിറ്റ് തിയറംസ് അപ്ലൈ ചെയ്യാലോ? ഈ പോളിനോമിയലിൽ ലിമിറ്റ് തിയറത്തിന്റെ സം എന്നുള്ള ആസ്പെക്ട് ആദ്യം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി an x raised to n plus an - 1 x raised to n - 1 plus etc plus a1x plus a0. ഇതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ലിമിറ്റ് എഫ് പ്ലസ് ജി എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എഫ് പ്ലസ് ലിമിറ്റ് ജി ആണെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി an x raised to n plus limit extending to c an - 1 x raised to n - 1 plus etc plus limit extending to c a1x plus
ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എ നോട്ട് എന്ന് എഴുതാം. സം വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്തു. പിന്നെ അടുത്തത് നമ്മൾ എന്ത് പ്രൂവ് ചെയ്തിട്ടുണ്ട്? ലിമിറ്റ് സി ഇൻറ്റു എഫ് സി ഇസ് എ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് സി ഇൻറ്റു ലിമിറ്റ് എഫ് ഓഫ് എക്സ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ കോൺസ്റ്റന്റ്സിനെ എനിക്ക് ലിമിറ്റിന്റെ പുറത്തെടുക്കാൻ പറ്റും അല്ലെ? അപ്പൊ ഇത് ഈ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എ എൻ ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എക്സ് റേസ് ടു എൻ ആണ്. ഇനി എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സെട്ര ഇൻറ്റു എക്സ് എൻ ടൈംസ് അല്ലെ? അപ്പൊ അത് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ് എന്നുള്ള ഒരു ഫോർമുല ആണ്. അപ്പൊ ആ പ്രോഡക്റ്റിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ലിമിറ്റുകളുടെ പ്രോഡക്റ്റ് എടുത്താൽ മതി. ലിമിറ്റ് എഫ് ജി ഈക്വൽ ടു ലിമിറ്റ് എഫ് ഇൻറ്റു ലിമിറ്റ് ജി എന്നുള്ള തിയറം നമ്മുടെ കയ്യിലുണ്ട്. അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എക്സ് റേസ് ടു എന്നിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ ലിമിറ്റ് സി ടൈംസ് എടുത്തിട്ട് പ്രോഡക്റ്റ് എടുക്കലാണ്. സോ സി ഇൻറ്റു എക്സെട്ര ഇൻറ്റു സി വിച്ച് ഇസ് സി റേസ് ടു എൻ. അപ്പൊ എക്സ് റേസ് ടു എന്നിന്റെ ലിമിറ്റ് സി റേസ് ടു എൻ. അതേ ആർഗ്യുമെന്റ് യൂസ് ചെയ്ത് എക്സ് റേസ് ടു എൻ മൈനസ് വണ്ണിന്റെ സി റേസ് ടു എൻ മൈനസ് വൺ ആണ്. സോ ഓൺ we get an c raised to n plus an minus 1 c raised to n minus 1 plus etc plus a1c plus a0. ഇത് എന്താണ്? പോളിനോമിയലിന്റെ വാല്യൂ അറ്റ് ദ പോയിന്റ് സി ആണ് അല്ലെ? സോ ദിസ് ഇസ് ഈക്വൽ ടു പി ഓഫ് സി. അപ്പൊ ഒരു പോളിനോമിയൽ തന്നാൽ ടു ഫൈൻഡ് ദ ലിമിറ്റ് ഓഫ് ദാറ്റ് പോളിനോമിയൽ അറ്റ് എ പോയിന്റ് സി നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സിന് പകരം സി എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. ഇത് ചിലപ്പോൾ സീറോ ആവാം, നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. അതൊന്നും നമ്മുടെ ഡെഫിനിഷനെ ഒരു രീതിയിലും ബാധിക്കുന്നില്ല. കാരണം ഇവിടെ കോഷ്യന്റ് എന്നൊരു ഇത് വന്നിട്ടില്ല അല്ലെ? സമ്മും പ്രോഡക്റ്റും മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് സീറോ വാല്യൂ വരുന്നതും ഒന്നും ഒരു പ്രശ്നമല്ല. പോളിനോമിയലിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ നേരിട്ട് ഏത് പോയിന്റിൽ ലിമിറ്റ് ആണോ കണ്ടുപിടിക്കേണ്ടത് അത് സിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ഇത് തന്നെ നമുക്ക് എങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം? പോളിനോമിയൽസിന്റെ കോഷ്യന്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. പോളിനോമിയൽസിന്റെ കോഷ്യന്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? ഡിനോമിനേറ്ററിൽ കിടക്കുന്ന പോളിനോമിയലിന്റെ വാല്യൂ സീറോ ആവരുത്. അത് നമുക്ക് ഉറപ്പിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ എന്ത് വരും? പി ഓഫ് സി നോൺ സീറോയും ക്യൂ ഓഫ് സി സീറോയും വന്നാൽ ഒരു കോൺസ്റ്റന്റ് ബൈ സീറോ എന്നുള്ള ഒരു ഫോം വരും, വിച്ച് ഇസ് ഇൻഫിനിറ്റി അല്ലെ? ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. അപ്പൊ കോഷ്യൻ ഫോമിൽ എഴുതുമ്പോൾ ക്യൂ ഓഫ് എക്സിന്റെ വാല്യൂ നോൺ സീറോ ആണ്. ക്യൂ ഓഫ് എക്സിന്റെ ലിമിറ്റ് അതായത് ക്യൂ ഓഫ് സി അതും നോൺ സീറോ ആണ് എന്നുള്ള കണ്ടീഷൻ നമുക്ക് വേണം. ക്യൂ ഓഫ് സി നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി പി ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പി ഓഫ് സി ബൈ ക്യൂ ഓഫ് സി. നേരത്തെ പ്രോഡക്റ്റിന്റെ കേസിൽ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ തന്നെ ഇവിടെ എന്താണ് വരുന്നത്? ലിമിറ്റ് തിയറത്തിലെ കോഷ്യൻ ഫോം നമ്മൾ നേരിട്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ലിമിറ്റ് അത് നേരിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി പി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി ക്യൂ ഓഫ് എക്സ് എന്ന് കിട്ടും. പി ഓഫ് എക്സിന്റെ ലിമിറ്റ് പി ഓഫ് സി ആണ് എന്ന് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തു വെച്ചിട്ടുണ്ട്. ക്യൂ ഓഫ് എക്സിന്റെ ലിമിറ്റ് ക്യൂ ഓഫ് സിയുമാണ്. ക്യൂ ഓഫ് സി നോൺ സീറോ ആണ് എന്നുള്ള അസംഷൻ നമുക്കുണ്ട്. അതുകൊണ്ട് പി ഓഫ് സി ബൈ ക്യൂ ഓഫ് സി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു കോഷ്യൻ ഫോമിൽ രണ്ട് പോളിനോമിയൽസ് കോഷ്യൻ ഫോമിൽ കിടന്നു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, പ്രൊവൈഡഡ് ഡിനോമിനേറ്ററിന്റെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ സീറോ ആകരുത്. ഡിനോമിനേറ്റർ സീറോ ആണെങ്കിൽ പ്രശ്നമായി. ഡിനോമിനേറ്റർ സീറോ വരുന്ന കേസിൽ നിങ്ങൾക്ക് ഞാൻ അഡീഷണൽ ആയിട്ട് പറഞ്ഞു തന്ന ടിപ്പ് എന്താണ്? ന്യൂമറേറ്ററും കൂടി സീറോ ആണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഉറപ്പല്ല, പക്ഷേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ന്യൂമറേറ്റർ നോൺ സീറോ ആണ്, ഡിനോമിനേറ്റർ സീറോ ആണെങ്കിൽ ഉറപ്പാണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ 0/0 ഫോം ആണെങ്കിൽ നമ്മൾ വീണ്ടും മുൻപോട്ട് പോവേണ്ടതുണ്ട്. 0/0 ഫോം ആണെങ്കിൽ അതിനർത്ഥം നമുക്ക് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഏതെങ്കിലും കോമൺ ഫാക്ടർ കണ്ടുപിടിച്ച് ഫാക്ടറൈസ് ചെയ്ത് കളയാൻ പറ്റും എന്നുള്ളതാണ്. അവിടെ എക്സ് മൈനസ് സി ആയിരിക്കും അവിടെ ഫാക്ടർ ആയിട്ട് വരുന്നത്. അപ്പൊ എക്സ് മൈനസ് സി എന്നുള്ള ഫാക്ടറിനെ ഡിവൈഡ് ചെയ്ത് കളയാം, ഒരു റൗണ്ട് ഡിവൈഡ് ചെയ്ത് കളയാം. എന്നിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വീണ്ടും ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും 0/0 ഫോം ആണെങ്കിൽ സെയിം പ്രൊസീജിയർ നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അതേസമയം ഒരു നോൺ സീറോ നമ്പർ ഡിവൈഡഡ് ബൈ സീറോ എന്നുള്ള ഒരു ഫോം ആണെങ്കിൽ ഡിവൈഡഡ് ബൈ സീറോ എന്ന് വന്നിരിക്കുന്നു, ന്യൂമറേറ്റർ നോൺ സീറോ അല്ലെ? അപ്പൊ അവിടെ വീണ്ടും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള കണ്ടീഷനാണ് വരിക. അടുത്ത തിയറം, ആൻഡ് ലെറ്റ് C element of R be a cluster point of A. If A less than or equal to f of x less than or equal to b
for every x element of A where x not equal to C, then limit extending to C f exists and A less than or equal to limit extending to C f less than or equal to B. C ഒരു ക്ലസ്റ്റർ പോയിന്റ് ആണ്. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എക്കും ബിക്കും ഇടയിലാണ് കിടക്കുന്നത്. സി എന്നുള്ള പോയിന്റിൽ എനിക്കറിയില്ല, ബാക്കി എല്ലാ സ്ഥലങ്ങളിലും എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എക്കും ബിക്കും ഇടയിലാണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫിന്റെ വാല്യൂവും എക്കും ബിക്കും ഇടയിലായിരിക്കും എന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് എന്ത് തന്നിട്ടുണ്ട്? സി എലമെന്റ് ഓഫ് ആർ ക്ലസ്റ്റർ പോയിന്റ് ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. സി എലമെന്റ് ഓഫ് ആർ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എ ആണെങ്കിൽ എനിക്ക് എപ്പോഴും ഒരു സീക്വൻസ് എക്സ്റ്റെൻഡ് കണ്ടുപിടിക്കാൻ പറ്റും. വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു എക്സ്റ്റെൻഡിലെ ടേംസ് ഒന്നും സി അല്ല എന്നുള്ള രീതിയിൽ എനിക്ക് ഒരു സീക്വൻസ് കണ്ടുപിടിക്കാൻ പറ്റും വിച്ച് കൺവേർജസ് ടു സി. ക്ലസ്റ്റർ പോയിന്റിന്റെ ഡെഫിനിഷൻ കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ള റിസൾട്ട് ആണത്. സി ഒരു ക്ലസ്റ്റർ പോയിന്റ് ആണെങ്കിൽ സിയിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് എക്സ്റ്റെൻഡ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എക്സ്റ്റെൻഡിലെ ഒരു ടേമും സി അല്ല എന്നുള്ള രീതിയിലുള്ള ഒരു, അതായത് കോൺസ്റ്റന്റ് സീക്വൻസ് അല്ല നമ്മൾ എടുക്കുന്നത്. കോൺസ്റ്റന്റ് സീക്വൻസ് അല്ലാത്ത മറ്റൊരു സീക്വൻസ് സിയിലേക്ക് കൺവേർജ് ചെയ്യുന്നത് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ആ സീക്വൻസ് എക്സ്റ്റെൻഡ് എടുക്കുക. ഓക്കെ, ഈ എക്സ്റ്റെൻഡിന് ഏത് കണ്ടീഷൻ ട്രൂ ആയിരിക്കും? എക്സ്റ്റെൻഡ് ഒന്നും സി അല്ല. അപ്പൊ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നുള്ള കണ്ടീഷൻ എക്സ്റ്റെൻഡിന് ട്രൂ ആയിരിക്കും. അതായത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നുള്ളത് എപ്പോഴും ട്രൂ ആയിരിക്കും. ഇപ്പൊ ഇത് മൂന്നും സീക്വൻസ് അല്ലേ? ഇവിടെ നേരത്തെ ഫംഗ്ഷന്റെ ലിമിറ്റ് ആയിരുന്നു അല്ലെ. ആ ഫംഗ്ഷന്റെ പ്രോബ്ലം നമ്മളിപ്പോ എങ്ങോട്ട് മാറ്റി? സീക്വൻസിന്റെ പ്രോബ്ലത്തിലേക്ക് മാറ്റി. എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് സീക്വൻസ്, ബി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് സീക്വൻസ്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അതിന്റെ ഇടയിൽ കിടക്കുന്ന ഒരു സീക്വൻസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സീക്വൻസുകളിൽ എന്ത് പ്രൂവ് ചെയ്തിട്ടുണ്ട്? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ക്ലസ്റ്റർ പോയിന്റിന്റെ കേസിൽ നമുക്ക് എന്തറിയാം? എക്സ് കൺവേർജസ് ടു സി ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എങ്ങോട്ട് കൺവേർജ് ചെയ്യുന്നോ അതായിരിക്കും സി എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷന്റെ ലിമിറ്റിംഗ് വാല്യൂ എന്ന് നമുക്കറിയാം. ഈ എഫ് ഓഫ് എക്സ് എങ്ങോട്ട് കൺവേർജ് ചെയ്യുന്നോ അതാണ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ് എന്ന് പറയുന്നത്. സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ് ലൈസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഓക്കെ, എഫ് ഓഫ് എക്സ് എങ്ങോട്ട് കൺവേർജ് ചെയ്യുന്നോ അതാണ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ്. അതാണ് നമ്മൾ അവിടെ ഉപയോഗിച്ചത് കേട്ടോ. പിന്നെ സീക്വൻസുകളുടെ പ്രോപ്പർട്ടിയും ഉപയോഗിച്ചു. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെങ്കിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആയിരിക്കും എന്ന് നമ്മൾ സീക്വൻസുകളുടെ കേസിൽ ലിമിറ്റിന്റെ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ സീക്വൻസുകളുടെ കേസിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തിട്ടുണ്ട്? സ്ക്വീസ് തിയറം പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലെ. എഫ് അത് നമ്മൾ ഫംഗ്ഷൻസിലേക്ക് അതേപോലെ തന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. എഫ് ജി എച്ച് മൂന്നും എയിൽ നിന്ന് ആറിലേക്കുള്ള ഫംഗ്ഷൻസ് ആണ്. സി എലമെന്റ് ഓഫ് ആർ ഒരു ക്ലസ്റ്റർ പോയിന്റുമാണ്. മാത്രമല്ല എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എക്സ് ഫോർ എവറി എക്സ് എലമെന്റ് ഓഫ് എ ആൻഡ് എക്സ് നോട്ട് ഈക്വൽ ടു സി. സ്ക്വീസ് തിയറത്തിലെ പിന്നത്തെ കണ്ടീഷൻ എന്താ? ഈ ഫസ്റ്റ് ലിമിറ്റും ലാസ്റ്റ് ലിമിറ്റും ഈക്വൽ ആവുക അല്ലെ. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എച്ച്. ദെൻ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി ജി വിൽ ബി ഈക്വൽ ടു എൽ. ഇതിന്റെ പ്രൂഫ് ഇവിടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല, പക്ഷെ നമുക്ക് തൊട്ട് മുമ്പിലെ തിയറം അതേ ടെക്നിക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. സി ക്ലസ്റ്റർ പോയിന്റ് ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. സി ക്ലസ്റ്റർ പോയിന്റ് ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു സീക്വൻസ് എക്സ്റ്റെൻഡ് കണ്ടുപിടിക്കാൻ പറ്റും വിച്ച് കൺവേർജസ് ടു സി. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എഫ് ഓഫ് എക്സ്. അതുപോലെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി ജി ഇസ് ഈക്വൽ ടു ലിമിറ്റ് g of xn and limit extending to ch is equal to h of xn. ഇത് മൂന്നും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ് ഓഫ് എക്സ് എന്താണെന്ന് തന്നിട്ടുണ്ട്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ് വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ലിമിറ്റ് എഫ് ഓഫ് എക്സ് ദിസ് ഇസ് ഈക്വൽ ടു എൽ എന്ന് തന്നിട്ടുണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എച്ച്. ഇത് നമുക്ക് തന്നിട്ടുള്ളതാണ് അല്ലെ. എക്സ് എൻ എയിലെ പോയിന്റ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്തറിയാം? എഫ് ഓഫ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എക്സ് എൻ എന്നറിയാം. സീക്വൻസുകളുടെ കേസിൽ സ്ക്യൂസ് തിയറം ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് എന്തറിയാം?
limit f of xn less than or equal to limit g of xn less than or equal to limit h of xn എന്നറിയാം. ഇനി ലിമിറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ്. അത് എൽ ആണെന്ന് തന്നിട്ടുണ്ട്. സോ എൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ജി ഓഫ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ ലിമിറ്റ് എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എച്ച് ആണ്, അതും എൽ ആണ് അല്ലെ. സോ ഇതിൽ നിന്ന് സീക്വൻസുകളുടെ സ്ക്യൂസ് തിയറം അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ലിമിറ്റ് ജി ഓഫ് എക്സ് എൻ ഇസ് ഈക്വൽ ടു എൽ. ഓക്കെ, അപ്പൊ സീക്വൻസുകളുടെ കേസിൽ ട്രൂ ആയിട്ടുള്ള സ്ക്യൂസ് തിയറം ഫംഗ്ഷൻസിന്റെ കേസിലും ട്രൂ ആണ് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇനി അത് അപ്ലൈ ചെയ്തിട്ടുള്ള പ്രോബ്ലംസിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എക്സ് റേസ് ടു 3/2 ഈക്വൽ ടു 0 എന്നാണ് കാണിക്കേണ്ടത്. പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എക്സ് റേസ് ടു 3/2 ഈക്വൽ ടു 0. ഇതാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് സ്ക്യൂസ് തിയറമാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. എക്സ് റേസ് ടു 3/2 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് റേസ് ടു 1.5 അല്ലെ. 3/2 എന്ന് പറഞ്ഞാൽ 1.5. ഈ എക്സ് റേസ് ടു 1.5ന്റെ വാല്യൂ എക്സിനും എക്സ് സ്ക്വയറിനും ഇടയ്ക്ക് കിടക്കും എന്ന് എനിക്ക് പറയാൻ പറ്റും. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 1. എക്സ് പോസിറ്റീവ് ആണെങ്കിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് റേസ് ടു 1.5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ ആയിരിക്കും, എക്സ് 1നേക്കാൾ വലുതാണെങ്കിൽ. എക്സ് ഇത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സ് ഗ്രേറ്റർ ദാൻ 0ക്കാണ് കേട്ടോ. 1നേക്കാൾ വലുതാണെങ്കിൽ പവർ എടുത്തു പോകുമ്പോൾ നമ്പർ വലുതാവും അല്ലെ. സോ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് റേസ് ടു 1.5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 1. ഇനി എക്സ് 0നും 1നും ഇടയ്ക്കാണെങ്കിലോ? 0നും 1നും ഇടയ്ക്കാണെങ്കിൽ പവർ എടുത്തു പോകുമ്പോൾ ചെറുതാവുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്താ വരിക? എക്സ് സ്ക്വയർ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് റേസ് ടു 1.5 which is less than or equal to x എന്നാണ് വരുന്നത്. whatever it may be, x raised to 3/2ന്റെ വാല്യൂ എക്സിനും എക്സ് സ്ക്വയറിനും ഇടയ്ക്കാണ്. ചിലപ്പോൾ എക്സ് ചെറുതും എക്സ് സ്ക്വയർ വലുതും ആയിരിക്കാം. വേറൊരു കേസ് എടുക്കുകയാണെങ്കിൽ എക്സ് സ്ക്വയർ ചെറുതും എക്സ് വലുതുമായിരിക്കാം. പക്ഷെ എങ്ങനെ നോക്കിയാലും എക്സ് റേസ് ടു 3/2 ലൈസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് എക്സ് സ്ക്വയർ എന്നുള്ളത് ട്രൂ ആണ്. എക്സിന്റെ ലിമിറ്റ് എന്താ? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എക്സ് എന്ന് പറഞ്ഞാൽ എക്സിന് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ഇറ്റ് ഇസ് ഈക്വൽ ടു 0. അതേപോലെ തന്നെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ വീണ്ടും എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇറ്റ് ഇസ് ഓൾസോ ഈക്വൽ ടു 0. അപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എക്സും ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എക്സ് സ്ക്വയറും രണ്ടും 0 ആണ്. 0ന്റെ നെയ്ബർഹുഡിലെ എക്സിന്റെ സ്വഭാവം 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ആണെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ എക്സ് റേസ് ടു 3/2 എക്സ് സ്ക്വയറിനും എക്സിനും ഇടയ്ക്കാണ്. എക്സ് സ്ക്വയറിന്റെ ലിമിറ്റും 0 ആണ്, എക്സിന്റെ ലിമിറ്റും 0 ആണ്. അപ്പൊ നമ്മൾ സ്ക്യൂസ് തിയറം അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് റേസ് ടു 3/2ന്റെ ലിമിറ്റും 0 ആണ്, നടുക്കുള്ള ഫംഗ്ഷന്റെ ലിമിറ്റും 0. അങ്ങനെയാണല്ലോ സ്ക്യൂസ് തിയറം പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ആ പ്രോബ്ലം ചെയ്യുന്നത്. ഇനി അടുത്തത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 സൈൻ എക്സ് 0 ആണ്. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 സൈൻ എക്സ് ഇസ് ഈക്വൽ ടു 0. ഇതാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഇവിടെ സ്ക്യൂസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ പ്രോബ്ലം ആയിട്ടാണ് പറയുന്നത്. അല്ലാതെയും വേണമെങ്കിൽ എനിക്ക് ചെയ്യാം. സൈൻ എക്സിന്റെ എക്സ്പാൻഷൻ അറിയാം അല്ലെ. സൈൻ എക്സിന്റെ എക്സ്പാൻഷൻ എന്താണ്? എക്സ് മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റേസ് ടു 5/5 ഫാക്ടോറിയൽ മൈനസ് എക്സ് റേസ് ടു 7/7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇതാണ് സൈൻ എക്സിന്റെ എക്സ്പാൻഷൻ അല്ലെ. ഈ എക്സ്പാൻഷൻ ഇതിപ്പോ പോളിനോമിയൽ എക്സ്പാൻഷൻ ആണല്ലോ, ഇൻഫിനിറ്റ് പോളിനോമിയൽ ആണ്. ഇൻഫിനിറ്റ് പോളിനോമിയൽ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സിന്റെ സ്ഥാനത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇവാലുവേഷൻ പോസിബിൾ ആണെങ്കിൽ ചെയ്യാൻ പറ്റും. ഇവിടെ എക്സിന് വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇൻഫിനിറ്റ്ലി മെനി ടേംസ് ഉണ്ടെങ്കിലും എല്ലാ ടേംസും 0 ആണ് അല്ലെ. സോ 0 + 0 + 0 + എക്സെട്ര ഇൻഫിനിറ്റ്ലി മെനി ടൈംസ് വിച്ച് ഗിവ്സ് മീ 0. അങ്ങനെ വേണമെങ്കിൽ സൈൻ എക്സിന്റെ വാല്യൂ 0 ആണെന്ന് പറയാം. ഇവിടെ എക്സിന് നേരിട്ട് 0 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ സൈൻ 0 0 ആണ് എന്ന് നമുക്കറിയാം അല്ലെ. സൈൻ 0ന്റെ വാല്യൂ 0 ആണെന്നുള്ളത് അറിയാം. അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ നമ്മൾ ഇത് സ്ക്യൂസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ പ്രോബ്ലം ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. കാരണം ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആണെങ്കിൽ നേരിട്ട് നിങ്ങൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് ഇവിടെ സ്ക്യൂസ് തിയറമാണ് നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യുന്നത്. സൈൻ എക്സിന്റെ വാല്യൂ എപ്പോഴും മൈനസ് എക്സിനും ഇടയ്ക്കായിരിക്കും അല്ലെ. സൈൻ എക്സ് ഓൾവേസ് ലൈസ് ബിറ്റ്വീൻ -x and x.
Okay. ഇനി minus x as x tends to 0 എങ്ങടാ പോവാ? minus x converges to 0, x also converges to 0. അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാർ 0യിലേക്ക് പോയാൽ sin x എങ്ങോട്ട് പോയേ പറ്റുള്ളൂ? 0യിലേക്ക് കൺവേർജ് ചെയ്തേ പറ്റുള്ളൂ. Therefore by Skews theorem limit extending to 0 sin x is equal to 0. അപ്പൊ നമ്മൾ എന്താ അപ്ലൈ ചെയ്തത്? രണ്ട് സ്റ്റെപ്പേ ഉള്ളൂ. sin x lies between minus x and x. minus x less than or equal to sin x less than or equal to x. minus x converges to 0 ആണ്, x converges to 0. limit 0 ആണ്. limit extending to 0 minus x 0 ആണ്. limit extending to 0 x 0 ആണ്. 0നും 0നും ഇടയിൽ ക്യൂസ്ഡ് ആയതുകൊണ്ട് sin x ന്റെ വാല്യൂവും 0 ആണ്. അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്തത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 cos x 1 ആണ് എന്നാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 cos x equal to 1. ഓക്കെ, ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. sin x ന്റെ പോലെ തന്നെ cos x നും ഒരു എക്സ്പാൻഷൻ ഉണ്ട് അല്ലെ? cos x ന്റെ എക്സ്പാൻഷൻ എന്താ? cos x equal to 1 minus x square by 2 factorial plus x raised to 4 by 4 factorial minus x raised to 6 by 6 factorial plus etc. Okay. സൈനിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഇവിടെ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ചെയ്യാം. അതുപോലെ തന്നെ വേണമെങ്കിൽ കോസിന്റെ കേസിലും ചെയ്യാം. ഇതൊരു പോളിനോമിയൽ ഇൻഫിനിറ്റ് പോളിനോമിയൽ എക്സ്പാൻഷൻ ആണ്. ഈ എക്സ്പാൻഷൻ എടുക്കുന്നു എന്നിട്ട് എക്സിന് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് ടേം മുതൽ അങ്ങോട്ടുള്ളതെല്ലാം 0 ആയിട്ട് പോകും. അപ്പൊ ബാക്കി നിൽക്കുന്ന എന്താണ്? 1 ആണ്. അങ്ങനെ എനിക്ക് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 cos x 1 ആണ് എന്ന് വേണമെങ്കിൽ പ്രൂവ് ചെയ്യാം. നമ്മൾ ഇവിടെ വീണ്ടും സ്ക്യൂസ് തിയറം ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. cos x ന് ഈ രണ്ട് ടേംസ് കഴിഞ്ഞാൽ പിന്നെ x raised to 4 by 4 factorial minus x raised to 6 by 6 factorial ഇത് കമ്പൈൻഡ് ആയിട്ട് എടുത്താൽ പോസിറ്റീവ് ആണ് അല്ലെ? ഒരു പോസിറ്റീവ് വാല്യൂ പിന്നെ ഒരു പോസിറ്റീവ് വാല്യൂ അങ്ങനെയല്ലേ പോകുന്നത്. അപ്പൊ 1 minus x square by 2 factorialനേക്കാൾ വലുതാണ് cos x. എനിക്ക് എന്തെഴുതാം? 1 minus x square by 2 factorial എന്ന് പറഞ്ഞാൽ 2. 1 minus x square by 2 is less than or equal to cos x. ഇനി whatever be the value of cos x lies between minus 1 and 1. അപ്പൊ അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ cos x less than or equal to 1 ആണ്. ഓക്കെ, അപ്പൊ 1 minus x square by 2 less than or equal to cos x less than or equal to 1 എന്നുള്ളത് ഞാൻ എടുക്കുന്നു. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ലിമിറ്റ് ആസ് x tends to 0 എന്താ വരിക? x ന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇത് 0 ആയിട്ട് പോകും. അപ്പൊ 1 എന്ന് വരും അല്ലെ? as x tends to 1 this function tends to 1. x tends to 0 this function tends to 1. ഇത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ് അല്ലെ? അപ്പൊ x എങ്ങോട്ട് പോയാലും ഈ ഫംഗ്ഷൻ 1ൽ തന്നെയാണ്. അപ്പൊ cos x ന്റെ രണ്ട് സൈഡിലുമുള്ള ഫംഗ്ഷൻസ് 1ലേക്കാണ് കൺവേർജ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് cos x ഉം എങ്ങോട്ട് തന്നെ കൺവേർജ് ചെയ്യണം? 1ലേക്ക് തന്നെ സ്ക്യൂസ് തിയറം അനുസരിച്ച് കൺവേർജ് ചെയ്യേണ്ടി വരും. So limit extending to 0 cos x is equal to 1. Okay. അടുത്ത ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 cos x minus 1 by x equal to 0. ഇതാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത്. അത് ആവശ്യം വരും, അതുകൊണ്ട് അത് അവിടെ നിന്നോട്ടെ. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 cos x minus 1 by x equal to 0. ഇതാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. തൊട്ട് മുമ്പ് നമ്മൾ എടുത്ത ഈ ഇനീക്വാലിറ്റി ഇവിടെ എനിക്ക് ഹെൽപ്ഫുൾ ആണ്. ആ ഇനീക്വാലിറ്റി എന്താ പറയണേ? 1 minus x square by 2 less than or equal to cos x less than or equal to 1. ഇതാണ് നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ യൂസ് ചെയ്ത ഇനീക്വാലിറ്റി അല്ലെ? ത്രൂ ഔട്ട് ഞാൻ -1 ചെയ്യുന്നു. ത്രൂ ഔട്ട് -1 ചെയ്താൽ ഇവിടെ എന്ത് വരും? minus x square by 2 less than or equal to cos x minus 1 less than or equal to 1 minus into ഇത് 0 ആവും അല്ലെ? So minus x square by 2 less than or equal to cos x minus 1 less than or equal to 0 എന്ന് എനിക്ക് കിട്ടി. ഇനി ഞാൻ ത്രൂ ഔട്ട് ഒരു x കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ ഞാൻ x വെച്ച് ഡിവിഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഡിവിഷൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഡിവൈഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി പോസിറ്റീവ് ആണെങ്കിൽ ഇനീക്വാലിറ്റി അങ്ങനെ തന്നെ നിൽക്കും, നെഗറ്റീവ് ആണെങ്കിൽ ഇനീക്വാലിറ്റി റിവേഴ്സ് ചെയ്യും. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. x ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്? minus x by 2 less than or equal to cos x minus 1 by x less than or equal to 0 by x എന്ന് പറഞ്ഞാൽ 0 തന്നെ. This is true when x greater than 0. ഇനി x less than 0 ആണെങ്കിലോ അപ്പൊ ഇനീക്വാലിറ്റി റിവേഴ്സ് ചെയ്യും അല്ലെ? 0 by x എന്ന് പറയുന്നത് 0 less than or equal to cos x minus 1 by x less than or equal to
minus x by 2. x നെഗറ്റീവ് ആണെങ്കിൽ അതേ ഇനീക്വാളിറ്റി തന്നെ നേരെ റിവേഴ്സ് ഓർഡറിലാണ് വരിക. ഇതെപ്പോഴാണ് x ലെസ് ദാൻ 0 ആവുമ്പോൾ. ഇതിൽ ഏത് തന്നെ സംഭവിച്ചാലും ശരി, ഞാൻ ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ ഇത് 0യിലേക്കാണ്, ഇത് കോൺസ്റ്റന്റ് ആണ്, അത് 0യിലേക്കാണ്. ഇങ്ങനെയാണ് ഇനീക്വാളിറ്റി കിടക്കുന്നതെങ്കിലും താഴത്തെ ലിമിറ്റ് 0യിലേക്കാണ്, മുകളിലത്തെ ലിമിറ്റും 0യിലേക്കാണ്. ഓക്കെ, അപ്പൊ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാലും ശരി, എങ്ങനെ തിരിഞ്ഞാലും ശരി, 0ന്റെ ഉള്ളിൽ ആര് സ്ക്യൂസ്ഡ് ആണ്? cos x minus 1 by x സ്ക്യൂസ്ഡ് ആണ്. സോ x പോസിറ്റീവ് ആയാലും ശരി നെഗറ്റീവ് ആയാലും ശരി, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 cos x minus 1 by x കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ 0 തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു സ്റ്റെപ്പ് മാത്രമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ഈ സ്റ്റെപ്പ് വിട്ടുപോയാൽ പോലും എന്ത് തന്നെ കിട്ടും? ബൈ എക്സ് ഡിവൈഡ് ചെയ്ത് ഈ ഒരു ഇനീക്വാളിറ്റിയിലേക്ക് വരും, സ്ക്യൂസ് തിയറം അപ്ലൈ ചെയ്യും, ഫൈനൽ ആൻസർ കറക്റ്റ് ആവും. അവിടെ നമ്മൾ പക്ഷെ ഒരു ആർഗ്യുമെന്റ് മിസ് ചെയ്ത് പോയിരിക്കുകയാണ്. ആ ആർഗ്യുമെന്റ് മിസ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ കറക്റ്റ് ആയിരിക്കും, പക്ഷെ ഇടയ്ക്ക് നിങ്ങൾ ഒരു ലോജിക്കൽ എറർ വരുത്തിയിട്ടുണ്ട് എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഡിവിഷൻ എന്ന് പറയുമ്പോൾ ഉടനെ ഓർക്കുക, ഡിവൈഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ എനിക്ക് ഇനീക്വാളിറ്റി അങ്ങനെ തന്നെ എഴുതാൻ പറ്റുള്ളൂ. നെഗറ്റീവ് ആണെങ്കിൽ ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്യും. പക്ഷേ സ്ക്യൂസ് തിയറത്തിനെ സംബന്ധിച്ച് ഇനീക്വാളിറ്റി ഒന്ന് റിവേഴ്സ് ചെയ്തത് കൊണ്ട് സ്ക്യൂസിങ്ങിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല. അതുകൊണ്ട് അവിടെ നമുക്ക് ഈ ഒരു കാര്യം നമ്മൾ അഥവാ മറന്നു പോയാലും നമ്മുടെ ആൻസർ തെറ്റില്ല. പക്ഷെ മറക്കുന്നു എന്ന് പറയുന്നത് എപ്പോഴും ഒരു എറർ തന്നെയാണ് കേട്ടോ. അത് നിങ്ങൾ വിട്ടുപോകരുത്. രണ്ട് കേസായിട്ട് തന്നെ എഴുതിയിട്ട് കൺക്ലൂഡ് ചെയ്യുക, ലിമിറ്റ് 0 ആണ് എന്നുള്ളത് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 sin x by x ഈക്വൽ ടു 1 ആണ് എന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. sin x by x ന്റെ വാല്യൂ 1. ഓക്കെ, അതിന് sin x ന്റെ എക്സ്പാൻഷൻ എന്താണ്? sin x ഈക്വൽ ടു x മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് സംതിങ് അല്ലെ? അപ്പൊ x മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ, എക്സ് പോസിറ്റീവ് ആണെങ്കിൽ, cos x ന്റെ കേസിൽ എക്സ് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഒരേ വാല്യൂ ആയിരുന്നു അല്ലെ? എക്സ് പോസിറ്റീവ് ആണെങ്കിൽ 3 ഫാക്ടോറിയൽ 6. സോ x മൈനസ് എക്സ് ക്യൂബ് ബൈ 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു sin x. sin x is always less than or equal to x. ഇത് എപ്പോഴാണ്? x പോസിറ്റീവ് ആണെങ്കിൽ. x നെഗറ്റീവ് ആണെങ്കിൽ ഈ ഇനീക്വാലിറ്റി നേരെ റിവേഴ്സ് ചെയ്യും. x നെഗറ്റീവ് ആണെങ്കിൽ എനിക്ക് sin x ലെസ് ദാൻ ഓർ ഈക്വൽ ടു x മൈനസ് എക്സ് ക്യൂബ് ബൈ 6 എന്നാണ് കിട്ടുന്നത്. അപ്പോഴും എനിക്ക് ഏത് ലോവർ ബൗണ്ട് ഉണ്ട്? x ഒരു ലോവർ ബൗണ്ട് അല്ല, പക്ഷെ മൈനസ് എക്സ് ലോവർ ബൗണ്ട് ആണ് അല്ലെ? sin x ഓൾവേസ് ലൈസ് ബിറ്റ്വീൻ മൈനസ് എക്സ് ആൻഡ് എക്സ്. എക്സ് പോസിറ്റീവ് ആണെങ്കിൽ ഇത് ലോവർ ബൗണ്ട് ആയതുകൊണ്ട് അപ്പർ ബൗണ്ട് ആയിട്ട് ഞാൻ എക്സ് എടുക്കുന്നു. എക്സ് നെഗറ്റീവ് ആണെങ്കിൽ ഇത് അപ്പർ ബൗണ്ട് ആയതുകൊണ്ട് ഞാൻ മൈനസ് എക്സിനെ ലോവർ ബൗണ്ട് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, നമുക്ക് വേണ്ടത് ഏതാണ്? sin x ബൈ എക്സ് ആണ് അല്ലെ? അപ്പൊ നമുക്ക് ഡിവൈഡഡ് ബൈ എക്സ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്ന് നോക്കാം. ഡിവൈഡഡ് ബൈ എക്സ് ചെയ്യുമ്പോൾ ഇവിടെ എക്സ് പോസിറ്റീവ് ആണ് അല്ലെ? അപ്പൊ ഡിവൈഡഡ് ബൈ എക്സ് ചെയ്യുന്നതുകൊണ്ട് ഇനീക്വാളിറ്റിക്ക് ചേഞ്ച് ഒന്നുമില്ല. അപ്പൊ ഇനീക്വാളിറ്റി എന്താ വരുന്നത്? 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 6 less than or equal to sin x by x less than or equal to 1 എന്നാണ് ഫസ്റ്റ് ഇനീക്വാളിറ്റി വരുന്നത്. ഇനി സെക്കൻഡ് ഇനീക്വാളിറ്റി എടുക്കുമ്പോഴോ അവിടെ എക്സ് ലെസ് ദാൻ 0 ആണ് അല്ലെ? എക്സ് ലെസ് ദാൻ 0 ആയതുകൊണ്ട് എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്യും. അപ്പൊ എന്താ വരുന്നത്? ഇതായിരിക്കും ആദ്യം വരുന്നത് അല്ലെ? ഇതിനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു sin x by x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ള രീതിയിൽ ഇനീക്വാളിറ്റി അവിടെ റിവേഴ്സ് ചെയ്ത് വരും. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? ലെഫ്റ്റ് സൈഡ്. അപ്പൊ രണ്ട് കേസിലും നമുക്ക് ഈ സെയിം ഇനീക്വാളിറ്റിയിലേക്കാണ് വന്നിരിക്കുന്നത്. എക്സ്റ്റെൻഡിങ് ടു 0 അപ്ലൈ ചെയ്താൽ ഇത് ഈ ടേം 0 ആയിട്ട് പോയിട്ട് ഇത് 1ലേക്ക് കൺവേർജ് ചെയ്യും, ഇതും 1ലേക്ക് കൺവേർജ് ചെയ്യും. സ്ക്യൂസ് തിയറം അപ്ലൈ ചെയ്താൽ sin x by x 1ലേക്ക് കൺവേർജ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 sin x by x ഈക്വൽ ടു 1 എന്ന് പ്രൂവ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 x ഇൻറ്റു sin 1 by x ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ വീണ്ടും ഇത് നേരത്തെ ഈ ടൈപ്പ് ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത അതേ ലോജിക്കാണ് ഇവിടെയും അപ്ലൈ ചെയ്യാൻ പോകുന്നത്. എക്സിന്റെ വാല്യൂ എന്ത് തന്നെയായാലും sin 1 by x lies between minus 1 and 1 അല്ലേ? ആ sin 1 by x നെ ഇവിടെ ജസ്റ്റ് z എന്ന് വിളിച്ചു. That lies between minus 1 and 1. അപ്പൊ x into sin 1 by x ഓ? sin 1 by x minus 1നും 1നും ഇടയ്ക്ക്. അപ്പൊ x into sin 1 by x എന്ന് പറഞ്ഞാൽ അത് മൈനസ് മോഡ് എക്സിനും മോഡ് എക്സിനും ഇടയിലായിരിക്കും കിടക്കുന്നത്. സോ മൈനസ് മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് എന്ന് നമുക്ക് കിട്ടുന്നുണ്ട്.
എക്സ്റ്റെൻഡിങ് ടു സീറോ മോഡ് എക്സ് എടുത്തു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും സീറോ ആണ് അല്ലെ. സോ എക്സ് ഇൻറ്റു സൈൻ 1/x രണ്ട് സൈഡിലും സീറോ വെച്ച് സ്ക്യൂസ്ഡ് ആണ്. അതുകൊണ്ട് എക്സ് ഇൻറ്റു 1/x ന്റെ ലിമിറ്റിംഗ് വാല്യൂ സീറോ ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് സ്ക്യൂസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ പ്രോബ്ലംസ് വരുന്നത്. ഈ ഒരു തിയറവും കൂടി ആയാൽ ഈ സെക്ഷൻ കംപ്ലീറ്റ് ആവും. ആ തിയറവും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ലെറ്റ് എ സബ്സെറ്റ് ഓഫ് ആർ ആൻഡ് ലെറ്റ് എഫ് ഫ്രം എ ടു ആർ and let C element of R be a cluster point of A. If limit extending to C F greater than 0, then there exists a neighborhood B delta of C of C such that f of x is greater than 0 for every x element of A intersection B delta of C. സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. എഫ് എയിൽ നിന്ന് ആറിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. എയിലെ ഒരു ക്ലസ്റ്റർ പോയിന്റ് ആണ് സി. അങ്ങനെയാണെങ്കിൽ ക്ലസ്റ്റർ പോയിന്റ് ആണ് സി. കൂടാതെ നമുക്ക് എന്തുകൂടി തന്നിട്ടുണ്ട്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ് പോസിറ്റീവ് ആണ് എന്നും തന്നിട്ടുണ്ട്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ് പോസിറ്റീവ് ആണെങ്കിൽ ആ സിയുടെ ലിമിറ്റിംഗ് വാല്യൂ മാത്രമല്ല, സിയുടെ ഒരു നെയ്ബർഹുഡിൽ മുഴുവനും ഫംഗ്ഷന്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ഒരു പോയിന്റിലെ ലിമിറ്റിംഗ് വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ആ ഒരു പോയിന്റിന്റെ ഒരു നെയ്ബർഹുഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ നെയ്ബർഹുഡിൽ മുഴുവനും ഫംഗ്ഷന്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ഇതാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ് ഒരു എൽ ആണ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. എൽ ഗ്രേറ്റർ ദാൻ സീറോ ആണ്, ലിമിറ്റ് ഗ്രേറ്റർ ദാൻ സീറോ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എൽ ഗ്രേറ്റർ ദാൻ സീറോ ആയതുകൊണ്ട് എനിക്ക് എപ്സിലോൺ ഈക്വൽ ടു എൽ ബൈ ടു എന്ന് ചൂസ് ചെയ്യാം. എൽ പോസിറ്റീവ് ആണ്, എൽ ബൈ ടു പോസിറ്റീവ് ആണ്, റിയൽ നമ്പർ ആണ്. സോ ഐ എം ചൂസിങ് എപ്സിലോൺ ഈക്വൽ ടു എൽ ബൈ ടു. ലിമിറ്റിന്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഐ ക്യാൻ ഫൈൻഡ് എ ഡെൽറ്റ സച്ച് ദാറ്റ് ഫോർ എവറി സീറോ ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ ഇസ് ലെസ് ദാൻ എൽ ബൈ ടു. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ കിട്ടിയിരിക്കുന്ന എന്താണ്? മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ എൽ ബൈ ടു എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെ. ദിസ് ഇംപ്ലൈസ് മൈനസ് എൽ ബൈ ടു ലെസ് ദാൻ എഫ് ഓഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ എൽ ബൈ ടു. ഓക്കെ, ത്രൂ ഔട്ട് ഞാൻ എൽ ആഡ് ചെയ്യുന്നു. ത്രൂ ഔട്ട് എൽ ആഡ് ചെയ്താൽ എന്താ കിട്ടുക? എൽ മൈനസ് എൽ ബൈ ടു ഇസ് എൽ ബൈ ടു ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ 3l by 2. This is true for every x in the delta neighborhood of C. അതായത് മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ, ഇതാണ് നമ്മുടെ കണ്ടീഷൻ അല്ലേ. അതായത് ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സിയില്, ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സിയില് ഇവിടെ ഇപ്പൊ എന്താ കിട്ടിയത്? എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എൽ ബൈ ടുവിനേക്കാൾ വലുതാണ്. എൽ പോസിറ്റീവ് ആണ് അല്ലെ. അപ്പൊ എൽ ബൈ ടു എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അപ്പൊ സിയുടെ ഡെൽറ്റ നെയ്ബർഹുഡിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ പോസിറ്റീവ് ആണ് എന്നാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഒരു ലിമിറ്റിംഗ് വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ ഒരു നെയ്ബർഹുഡിൽ മുഴുവനും ഇത് പോസിറ്റീവ് ആണ് എന്ന് കിട്ടി. ഇതേ ആർഗ്യുമെന്റ് നമുക്ക് ലിമിറ്റിംഗ് വാല്യൂ നെഗറ്റീവ് ആയ കേസിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ എഫ് ലെസ് ദാൻ സീറോ എന്നായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചൂസ് ചെയ്യാം? ആ ലിമിറ്റിനെ ഞാൻ എൽ എന്ന് വിളിച്ചാൽ മൈനസ് എൽ പോസിറ്റീവ് ആയിരിക്കും അല്ലെ. അപ്പൊ മൈനസ് എൽ ബൈ ടു എന്നുള്ളത് എപ്സിലോൺ ആയിട്ട് ചൂസ് ചെയ്ത് ഇതേ രീതിയിൽ തന്നെ പ്രൊസീഡ് ചെയ്യാം. അങ്ങനെ പ്രൊസീഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? എൽ ബൈ ടുവിനേക്കാൾ താഴെയാണ് എഫ് ഓഫ് എക്സ് എന്നാണ് അപ്പൊ നമുക്ക് കിട്ടുക. ഇതേ സിംപ്ലിഫിക്കേഷൻ ചെയ്താൽ എൽ ബൈ ടുവിനേക്കാൾ താഴെയാണ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ന് കിട്ടും. എൽ അവിടെ നെഗറ്റീവ് ആണ് അല്ലെ. അപ്പൊ എൽ ബൈ ടുവിനേക്കാൾ താഴെയാണ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷന്റെ വാല്യൂ നെഗറ്റീവ് ആണെന്നാണ്. അപ്പൊ ഇതേ തിയറം തന്നെ ആ കേസിലും നമുക്ക് ട്രൂ ആണ്. അതായത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ് ലെസ് ദാൻ സീറോ ആണെങ്കിൽ there exists a neighborhood of C such that in that neighborhood the value of function is less than 0. Okay, with this our section complete ആവുകയാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു.